കായംകുളം നഗരസഭാ ഓഫീസിനു മുന്നിൽ സ്ഥാപിച്ചിരിക്കുന്ന ഗാന്ധി പ്രതിമ മാറ്റി സ്ഥാപിക്കില്ലെന്ന് ഉറപ്പ് ലഭിച്ച സാഹചര്യത്തിൽ ഗാന്ധി ദർശൻ സമിതി നടത്തുവാൻ തീരുമാനിച്ചിരുന്ന പ്രക്ഷോഭ പരിപാടികൾ മാറ്റിവെച്ചതായി ഗാന്ധി ദർശൻ സമിതി ജില്ലാ ഭാരവാഹികളായ നൈനാരത്ത് റഷീദും വലിയപറമ്പിൽ ഷാജിയും അറിയിച്ചു. അതേസമയം കവാടവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നടത്തുന്ന സമരത്തിന് പൂർണ്ണ പിന്തുണ ഉണ്ടായിരിക്കുമെന്ന് ഇവർ അറിയിച്ചു. കായംകുളം നഗരസഭാ ഓഫീസിനു മുന്നിൽ സ്ഥാപിച്ചിരിക്കുന്ന ഗാന്ധി പ്രതിമ മാറ്റി സ്ഥാപിക്കില്ല എന്ന ഉറപ്പ് ലഭിച്ച സാഹചര്യത്തിൽ ഗാന്ധി ദർശൻ സമിതി നടത്തുവാൻ നിശ്ചയിച്ചിരുന്ന പ്രക്ഷോഭ പരിപാടികൾ മാറ്റിവെച്ചതായി ഗാന്ധി ദർശൻ സമിതി ജില്ലാ ഭാരവാഹികളായ നൈനാരത്ത് റഷീദും വലിയപറമ്പിൽ ഷാജിയും പറഞ്ഞു. കായംകുളം മുനിസിപ്പൽ ഓഫീസിന് മുമ്പിൽ സ്ഥാപിച്ചിരിക്കുന്ന ഗാന്ധി പ്രതിമ മാറ്റി സ്ഥാപിക്കുവാനുള്ള തീരുമാനം പുനഃപരിശോധിച്ച അധികാരികളുടെ തീരുമാനം ഗാന്ധി ദർശൻ സമിതി ജില്ലാ കമ്മിറ്റി സ്വാഗതം ചെയ്യുകയാണ്. ഗാന്ധി ദർശൻ ജില്ലാ കമ്മിറ്റി നടത്തുവാനിരുന്ന മുഴുവൻ സമരപരിപാടികളും മാറ്റിവെക്കുകയാണ്. അടുത്ത മാസം 7-ാം തീയതി ഏകദിന ഉപവാസം ഉൾപ്പെടെയുള്ള സമരപരിപാടികൾ നടത്തുവാൻ തീരുമാനിച്ചിരുന്നത് തൽക്കാലത്തേക്ക് മാറ്റിവെക്കുകയാണ്. പ്രതിമ മാറ്റി സ്ഥാപിക്കത്തില്ല എന്നുള്ള ഉറപ്പ് ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സമരപരിപാടികളൊക്കെ മാറ്റിവെക്കുന്നത്. കവാടവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അഴിമതിയും മുനിസിപ്പാലിറ്റിയുടെ അഴിമതി നിറഞ്ഞ ഭരണവും ഈ കവാടം സ്ഥാപിക്കുവാനുള്ള തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് ഗാന്ധി ദർശൻ ആവശ്യപ്പെടുകയാണ്. ഈ കവാടവുമായി ബന്ധപ്പെട്ട് UDF-ഉം കോൺഗ്രസും നടത്തുന്ന സമരത്തിന് ഗാന്ധി ദർശൻ സമിതിയുടെ ജില്ലാ കമ്മിറ്റിയുടെ പൂർണ്ണ പിന്തുണ നൽകുകയാണ്. ഗാന്ധി ദർശൻ സമിതി ഒരു വാർത്താ സമ്മേളനം ഇറക്കിയായിരുന്നു. നമ്മൾ നഗരസഭയിലേക്ക് മാർച്ച് നടത്തുമെന്നും ശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായി മുമ്പോട്ട് പോകുമെന്നും നമ്മളൊരു വാർത്താ സമ്മേളനത്തിലൂടെ കായംകുളത്തെ പൗരാവലിയെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ കായംകുളം നഗരസഭ മീറ്റിംഗ് വിളിച്ചു കൂട്ടിയിട്ട് ഗാന്ധിജിയുടെ പ്രതിമ മാറ്റി സ്ഥാപിക്കത്തില്ലെന്നും തൽസ്ഥിതി തുടരുമെന്നും ബഹുമാനപ്പെട്ട ചെയർപേഴ്സന്റെ അധ്യക്ഷതയിൽ കൂടിയ മീറ്റിംഗിൽ തീരുമാനമുള്ളതായിട്ട് അറിയാൻ കഴിയും. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഗാന്ധി ദർശൻ സമിതി ജില്ലാ കമ്മിറ്റി തുടങ്ങുവാൻ ഉദ്ദേശിച്ചിരുന്ന സമരപരിപാടികൾ താൽക്കാലികമായിട്ട് ഉപേക്ഷിക്കുകയാണ്. 7-ാം തീയതി, അതായത് ഏപ്രിൽ മാസം 7-ാം തീയതി ഒരു ഏകദിന ഉപവാസം അടക്കമുള്ള പദ്ധതികളുമായി നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് നഗരസഭാ അധികാരികളുടെ ഭാഗത്തു നിന്ന് സ്വാഗതാർഹമായ ഒരു തീരുമാനം ഉണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ താൽക്കാലികമായിട്ടാണ് തുടർ സമരപരിപാടികൾ നിർത്തിവെക്കുകയും ഈ കിഴക്ക് ഭാഗത്തുള്ള കവാടം അടച്ചു പൂട്ടിക്കൊണ്ട് അവിടെ പാർക്കിംഗ് സൗകര്യം ഏർപ്പെടുത്തുന്നു എന്നൊക്കെ നമ്മൾ ആ വാർത്താ സമ്മേളനത്തിൽ മനസ്സിലാക്കാൻ കഴിയും. പക്ഷെ എല്ലാവരെയും വിശ്വാസത്തിൽ എടുത്തുകൊണ്ടുള്ള നല്ല തീരുമാനങ്ങൾ നഗരസഭ എടുക്കുമ്പോൾ അതിനൊപ്പം യാതൊരു